അങ്ങനെ IPL-ൽ 8ാമത്തെ തോൽവിയോടെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചതോടെ ഇനി വീണ്ടും വിചാരത്തിന്റെ സമയമാണ് മുംബൈ മാനേജ്മെന്റിനും ഫാൻസിനും. എവിടെയാണ് മുംബൈക്ക് പിഴച്ചത്? ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ എങ്ങനെയാണ് ഇങ്ങനെ പരാജയപ്പെട്ടത്? ഗുജറാത്തിനിപ്പോൾ നായകനായി ഒരു സീസണിൽ കപ്പും അടുത്ത സീസണിൽ റണ്ണേഴ്സ് അപ്പുമായ ക്യാപ്റ്റൻ പാണ്ഡ്യക്ക് ഒരുപക്ഷെ കടലാസിൽ അതിനേക്കാൾ കരുത്തരായ മുംബൈക്കൊപ്പം ക്യാപ്റ്റൻസിയിൽ എന്തുകൊണ്ട് ശോഭിക്കാനായില്ല? ടീമിലെ പടലപ്പിണക്കങ്ങൾ എത്രത്തോളം ആ ടീമിനെ ബാധിച്ചിട്ടുണ്ട്? നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് പറന്നെത്തിയ ഹാർദിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഒരു വാട്ടർലൂ ആയി മാറുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയോടെ മുതിർന്ന താരങ്ങളടക്കം ഹാർദിക്കിനെതിരെ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ വഴി അടച്ചത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ മോശം ക്യാപ്റ്റൻസിയാണെന്നാണ് മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പത്താൻ തന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അഭിപ്രായപ്പെട്ടത്. ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ആവണം അവസാന വാക്ക്. ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ മറ്റു കളിക്കാർ അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ ഹാർദിക്കിനെ അംഗീകരിക്കുന്നു എന്ന് തോന്നുന്നില്ല. ഗ്രൗണ്ടിൽ അവർ ഒറ്റക്കെട്ടായല്ല കളിക്കുന്നത് എന്നാണ് ആ സമയത്ത് ഇർഫാൻ പത്താൻ പറഞ്ഞത്. ടീമിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആ സമയത്ത് അങ്ങനെ തോന്നുന്നു എന്നും പത്താൻ പറയുകയുണ്ടായി. പത്താന്റെ ഈ അഭിപ്രായത്തോട് മുൻ ഓസീസ് നായകൻ മൈക്കിൾ ക്ലാർക്കും യോജിക്കുകയുണ്ടായി. പുറമെ കാണുന്നതിനേക്കാൾ എന്തൊക്കെയോ മുംബൈ ടീമിൽ നടക്കുന്നുണ്ട് എന്നും ഏറ്റവും മികച്ച കളിക്കാർ ഇങ്ങനെ സ്ഥിരതയില്ലാതെ കളിക്കുന്നത് അത്യപൂർവമാണ് എന്നുമാണ് മുൻ ഓസീസ് നായകനായ ക്ലാർക്ക് സ്റ്റാർ സ്പോർട്സിലെ ചർച്ചയിൽ കഴിഞ്ഞ ദിനം ഈ തോൽവിക്ക് ശേഷം പറഞ്ഞത്. ഹാർദിക് ഗുജറാത്തിന്റെ നായകനായിരുന്നപ്പോൾ 4ാം നമ്പറിൽ സ്ഥിരതയോടെ കളിച്ചിരുന്നു, നമുക്കറിയാം. എന്നാൽ മുംബൈയിലെത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അനുഭവ സമ്പന്നരായ താരങ്ങൾ ഇങ്ങനെ ബാറ്റിംഗിൽ പിന്നോട്ടിറങ്ങുന്നത് എന്നെ നിരാശപ്പെടുത്തുന്നു എന്നാണ് നിലവിൽ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങിയ ഹാർദിക്കിനെതിരെ വിമർശനവുമായി വീരേന്ദ്ര സെവാഗും കഴിഞ്ഞ ദിനം പറഞ്ഞത്. മുംബൈ ടീം ഭാവി മുന്നിൽ കണ്ടല്ല കളിക്കുന്നതെന്നും സെവാഗ് ആരോപിക്കുകയുണ്ടായി. 2025-ലെ സീസണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏത് സ്ഥാനത്ത് ആരെ ബാറ്റ് ചെയ്യണമെന്ന ധാരണ എപ്പോഴും വേണം. എന്നാൽ മുംബൈക്ക് ഇത്തരമൊരു ധാരണ ഈ സീസണിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പ്ലേ ഓഫിൽ എത്താനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് അവർ നടത്തിയത്. വിജയത്തിനായി ബാറ്റിംഗ് ഓർഡറിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. എനിക്കിതിനോട് യോജിപ്പില്ല. ടീം മാനേജ്മെന്റ് താരങ്ങളോട് കൃത്യമായി അവരുടെ റോൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. റോൾ മാറുമ്പോൾ താരങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം. പരിശീലകരുടെ ഭാഗത്തു നിന്നും വലിയ പിഴവ് തന്നെ ഈ വർഷം സംഭവിച്ചിട്ടുണ്ട്. ടീം ഉടമകൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നാണ് വീരേന്ദ്ര സെവാഗ് കഴിഞ്ഞ ദിനം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം 11 മത്സരങ്ങളിൽ നിന്നും 8ാമത് തോൽവിയാണ് ഈ സീസണിൽ ഏറ്റുവാങ്ങിയത്. 6 പോയിന്റ് മാത്രമേ അവരുടെ അക്കൗണ്ടിലുള്ളൂ. 3 മത്സരങ്ങൾ ബാക്കിയുള്ള 3 മത്സരങ്ങൾ ജയിച്ചാലും പ്ലേ ഓഫിലേക്ക് എത്താനാവില്ല. പരമാവധി 12 പോയിന്റ് ആവും അവർക്ക് നേടാനാവുക. നിർണായകമായ കഴിഞ്ഞ മത്സരത്തിൽ നൈറ്റ് റൈഡേഴ്സിനോട് തോറ്റതാണ് മുംബൈക്ക് തിരിച്ചടിയായത്. അപ്പോൾ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയപ്പോൾ കപ്പിൽ കുറഞ്ഞൊന്നും മുംബൈ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവസാന സ്ഥാനക്കാരായി മാറുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. KKRനെതിരെ ശരിക്കും മുംബൈ ജയിക്കേണ്ട കളി തന്നെയായിരുന്നു. എന്നാൽ അവരുടെ ബാറ്റ്സ്മാൻമാർ തീർത്തും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് മാത്രമാണ് ഈ മത്സരത്തിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ടു നിന്നത്. രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, നിഹാൽ വധേര എന്നിവരെല്ലാം നിരാശപ്പെടുത്തി, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ അടക്കം. ശക്തമായ ഒരു ടീം കരുത്തുണ്ടായിട്ടും മുംബൈക്ക് ഇത്തവണ തൊട്ടതെല്ലാം പിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രോഹിതിനെ മാറ്റി ഹാർദിക്കിനെ നായകനാക്കിയത് മുതൽ മുംബൈ ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ടീം മാനേജ്മെന്റിന്റെ സർപ്രൈസ് നീക്കം രോഹിത്തിനോട് വേണ്ടത്ര ആലോചനകൾ ഇല്ലാതെയായിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത്തിന് ഈ തീരുമാനം അത്ര ദഹിച്ചിരുന്നില്ല. ഈ തീരുമാനത്തോട് അതൃപ്തി ഉണ്ടായിരുന്നു. മുംബൈയെ 5 തവണ കിരീടം ചൂടിച്ച നായകനായിട്ടും രോഹിത്തിനോട് നീതി കാട്ടിയില്ല എന്ന വികാരമാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഹാർദിക്കിനെ നായകൻ എന്ന നിലയിൽ സഹതാരങ്ങളും അംഗീകരിച്ചില്ല. ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും ഹാർദിക്കിനെ നായകനാക്കിയ തീരുമാനത്തോടുള്ള വിയോജിപ്പ് നേരത്തെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. യുവതാരങ്ങളൊക്കെയും ആ സമയത്ത് രോഹിത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ കെട്ടിയിറക്കിയതുപോലെ ക്യാപ്റ്റനാക്കിയത് ആരാധകർക്കും ഇഷ്ടമായില്ല. മുംബൈയുടെ തട്ടകത്തിൽ പോലും ഹാർദിക്കിനെതിരെ ആരാധകർ കൂവി വിളിച്ചിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തെ വലിയ സമ്മർദ്ദത്തിലാക്കി എന്ന് തന്നെ പറയാം. മുംബൈയുടെ യുവതാരം തിലക് വർമ്മയുമായി ഹാർദിക് വാക്കേറ്റം നടത്തിയതായും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിനം പുറത്തു വന്നിരുന്നു. ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക്കിന് അവസരത്തിനൊത്ത് ഈ സീസണിൽ ഉയരാനുമായിട്ടില്ല. ബാറ്റിംഗിലും ബോളിംഗിലും ഒക്കെ ദുരന്തമായി മാറിയ, നമ്മൾ കാണാത്ത ഒരു ഹാർദിക്കിനെയാണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടത്. നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനങ്ങൾ നേരത്തെ ഇർഫാൻ പത്താന്റെയും മൈക്കിൾ ക്ലാർക്കിന്റെയും സെവാഗിന്റെയും ഒക്കെ വിമർശനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 വിക്കറ്റ് വീഴ്ത്താൻ ഹാർദിക്കിന് ഈ മത്സരത്തിൽ സാധിച്ചെങ്കിലും അദ്ദേഹം വിട്ടുകൊടുത്തത് 44 റൺസാണ്. 11 എന്ന എക്കണോമിയിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. 7ാം നമ്പറിലാണ് ഹാർദിക് ബാറ്റ് ചെയ്യാനെത്തിയത്. മുംബൈയുടെ രക്ഷകനാവാനുള്ള അവസരം അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ 3 പന്ത് നേരിട്ട് 1 റൺസുമായി പുറത്താവുകയായിരുന്നു ഹാർദിക് ആ സമയത്ത്. അപ്പോൾ ഇത്രയും പ്രതിസന്ധിയിലൂടെ ഹാർദിക് കടന്നു പോകുമ്പോഴും സഹതാരങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല എന്ന് വ്യക്തമാവുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഗ്രൗണ്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മ മുൻ നായകൻ എന്ന നിലയിൽ ഹാർദിക്കിനെ ഈ സാഹചര്യത്തിൽ വേണ്ടത്ര പിന്തുണച്ചോ എന്നതും ധൈര്യം നൽകിയോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.
എന്ന്. ഹാർദിക് കൃത്യമായും ഈ ടീമിൽ ഒറ്റപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. പല ചോദ്യങ്ങൾക്കും ഇപ്പോൾ മറുപടിയില്ലെന്നും അതിന് സമയമായില്ലെന്നുമാണ് പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത്. നിലവിൽ മുംബൈക്ക് ശക്തമായൊരു താരനിരയുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവരൊന്നും അവസരത്തിനൊത്ത് ഉയർന്നില്ല എന്നതാണ് ഈ സീസണിൽ മുംബൈയെ ഏറ്റവും വലിയ രീതിയിൽ പിന്നോട്ടടിച്ച കാര്യം. അതിനൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ ടീമിൽ ക്യാപ്റ്റന് പിന്തുണയില്ലാത്ത ഒരു അവസ്ഥ അത് തീർച്ചയായും മുംബൈയെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു എന്ന് പറയാം.